എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ജാനകിയുടെ അബിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ശരണ്യെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അപർണ. ശരണ്യോട് പറഞ്ഞു, അല്ല കല്യാണം കഴിഞ്ഞിട്ട് നീ എന്താ ഇവിടുന്ന് തിരികെ പോകാത്തെ? എനിക്ക് മനസ്സിലായടി, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, മര്യാദയ്ക്ക് ആ പായസ ഗ്ലാസ് ഇങ്ങോട്ട് തരുന്നാ നിനക്ക് നല്ലത്. അല്ലെങ്കിൽ ഉണ്ടല്ലോ എല്ലാരും ഞാനിപ്പോ വിളിച്ചു വരുത്തും. പൊന്നു കുടിച്ച പായസ ഗ്ലാസ് നീ എന്തിനാ മുറിയെ കൊണ്ടെന്ന് ഒളിപ്പിച്ചു വെച്ചെന്നൊരു ചോദ്യം ഉണ്ടാവും. അപ്പൊ അതിന് മറുപടി പറയേണ്ടി വരും. പിന്നെ പോലീസുകാർ നിന്നെ തൂക്കിയെടുത്തോണ്ട് പോകും. എന്താ കാണണമെന്ന് ചോദിക്കുക. ഇത് കേട്ടതും ശരണ്യക്കും എന്നെ മറ്റൊരു വഴിയില്ലായിരുന്നു. ശരണ്യ പായസ ഗ്ലാസ് അങ്ങോട്ട് കൊണ്ടേ കൊടുക്കുക. അങ്ങനെ വരട്ടെ കാര്യങ്ങള്. പിന്നെ ഇത് മറ്റാരോടെങ്കിലും പറയാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ഈ അപർണ ആരാ നീ ശരിക്കും അറിയാൻ പോകുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇറങ്ങി പോവാണ്. ശരണ്യക്ക് പിന്നെ എന്ത് ചെയ്യണമെന്നറിയില്ല. ഈ സമയം ഐസിയുവിന്റെ മുന്നില് അബിയും ജാനകിയും അജയും കൂടെ നിൽക്കുകയാണ്. അപ്പോഴാണ് ഡോക്ടർ അങ്ങോട്ട് ഇറങ്ങി വരുന്നത്. ഡോക്ടർ വന്നിട്ട് പറഞ്ഞു, ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, പൊന്നു കണ്ണു തുറന്നെന്ന് പറയാണ്. ഇത് കേട്ട് അവർക്ക് സമാധാനമായി. ഞങ്ങൾ കരുതിക്കൊണ്ടിരുന്ന ഫുഡ് പോയ്സൺ ആണെന്നാ വിചാരിച്ചോണ്ടിരുന്നത്, പക്ഷെ അതല്ലാതെ വേറെ എന്തോ ഒന്നുണ്ടെന്ന് പറയാം. ഇത് കേട്ടത് അബി ചോദിച്ചു, എന്താ ഡോക്ടറെ? അതിപ്പോ എന്താന്നാ പറയാ, അല്ല അവസാനമായിട്ട് എന്താ കഴിച്ചെന്ന് ചോദിക്കുക. പായസം കുടിച്ചിട്ടുണ്ടെന്ന് പറയാം. എങ്കില് ആ പായസത്തിനകത്ത് വിഷാംശമുള്ള എന്തോ ഒരു സംഭവം കലർന്നിട്ടുണ്ട്, അതാണ് മോൾ ഇങ്ങനെ ഉറങ്ങണേ. പക്ഷെ കുഴപ്പമൊന്നുമില്ല, കുറച്ച് സമയം ഉറങ്ങിക്കഴിയുമ്പം മോളിപ്പോ ഓക്കെ ആയിട്ടുണ്ടെന്ന് പറയാം. ഇത് കേട്ടതും പെട്ടെന്ന് ജാനകി ചോദിച്ചു, ഞങ്ങളുടെ മോളെ ഒന്ന് കാണാൻ പറ്റുമെന്ന് ചോദിക്കാം. അതിനെന്താ, മോളെ കാണാൻ പറ്റുമല്ലോ, കയറി കണ്ടോളാൻ പറയണ. ഇത് കേട്ട് സന്തോഷത്തോടു കൂടി അബിയും ജാനകി അകത്തേക്ക് അങ്ങോട്ട് കയറി ചെല്ലുവാണ്. പിന്നീട് ജാനകി മോളുടെ കാലിന്റെ അടുത്ത് ഇരിക്കുവാണ് ഇങ്ങനെ. ആ സമയത്ത് പൊന്നു നല്ല ഉറക്കത്തിലായിരുന്നു. പിന്നീട് ജാനകി പൊന്നു പൊന്നു എന്ന് വിളിക്കുകയാണ്. ഇത് കേട്ടത് പൊന്നു പതുക്കെ കണ്ണു തുറന്നു. അമ്മയ്ക്കാണ് ഭയങ്കര സങ്കടം അടക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പൊന്നു പെട്ടെന്ന് ചോദിച്ചു, അമ്മേ നമ്മൾ എപ്പോഴാണ് ക്ഷേത്രത്തിൽ പോണേന്ന് ചോദിക്കുക. ഇത് കേട്ട് അബി പറഞ്ഞു, എങ്ങനെ ക്ഷേത്രത്തിൽ പോനാ, മോള് നല്ല ഉറക്കമല്ലാരും ചോദിക്കും. ഞാൻ ഉറക്കമായിരുന്നോ? അയ്യോ ഞാൻ ഉറങ്ങിപ്പോയില്ലേ എന്ന് ചോദിക്കുകയാണ്. പെട്ടെന്ന് അബി ചോദിച്ചു, അല്ല മോൾക്ക് ഇത് എന്താ പറ്റിയത്? മോള് പായസം കുടിച്ചിട്ട് മോളിലേക്ക് കയറിപ്പോയിട്ട് മോൾ എന്തിനാ അവിടെ പോയി കിടന്ന് ഉറങ്ങിയെന്ന് ചോദിക്കുക. ഇത് കേട്ടതും ഒരു നിമിഷം ഒന്ന് ആലോചിച്ച് പൊന്നു, അതെ ഞാൻ പായസം കുടിച്ചു കഴിഞ്ഞിട്ട് എനിക്ക് ഉറക്കം വന്നേ. പായസം കുടിച്ചിട്ട് ഞാൻ മുകളിലേക്ക് കയറിപ്പോയി, പിന്നീട് ഞാൻ ഉറങ്ങിപ്പോയി, പിന്നെ എനിക്കൊന്നും അറിയില്ല അച്ഛാന്ന് പറയാം. ഇത് കേട്ടതും ജാനകി ചോദിച്ചു, അല്ല മോള് വേറെന്തേലും ഫുഡ് കഴിച്ചായിരുന്നോ? ഇല്ല, അമ്മ തന്ന ചോറ് മാത്രമേ കഴിച്ചുള്ളൂ. അതിനുശേഷം ഞാൻ പായസം മാത്രമേ കുടിച്ചിട്ടുള്ളൂ, വേറെ ഒന്നും കഴിച്ചിട്ടില്ലെന്ന് പറയാം. അതെ നമുക്ക് അമ്പലത്തിൽ പോകണ്ടേന്ന് ചോദിക്കാം. അതെ അമ്പലത്തിൽ പിന്നെ നമുക്ക് പോകട്ടോ, മോൾ ഉറങ്ങിപ്പോയതുകൊണ്ട് പിന്നെ അമ്പലത്തിൽ പോകാൻ പറ്റില്ല എന്ന് പറയാം. പൊന്നിന് ഭയങ്കര വിഷമമായിപ്പോയി. ഈ സമയം ജാനകി അബിയും കൂടെ പരസ്പരം നോക്കുകയാണ്. പെട്ടെന്ന് പൊന്നു വന്ന് പറഞ്ഞു, എനിക്ക് ഉറക്കം വരുന്നുണ്ടമ്മേന്ന് പറയാം. എന്നാ മോൾ ഉറങ്ങിക്കോളാൻ പറയണം. അങ്ങനെ പൊന്നു അങ്ങോട്ട് ഉറങ്ങി. ഈ സമയം അബിക്ക് ചില സംശയങ്ങള്. അബി ജാനകിയോട് ചോദിച്ചു, അല്ല പായസം ആരോ ഉണ്ടാക്കിയെന്ന് ചോദിക്കുക. അത് അപർണയാന്ന് പറയണേ. അപർണ ഉണ്ടാക്കിയെന്ന് പറഞ്ഞ് കൊണ്ടെത്തന്നേ, പക്ഷേ എങ്കിൽ അത് നല്ല ചേച്ചി ഉണ്ടാക്കിയെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. പക്ഷേങ്കിൽ അവൾ എന്തിനാ അങ്ങനെ ഒരു കള്ളത്തരം പറഞ്ഞതെന്ന് മാത്രം അറിയില്ല എന്ന് പറയാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ അബി പറഞ്ഞു, അത് ശരിയാണ്, എന്തോ ഒരു തിരിമറി നടന്നിട്ടുണ്ട്. ഈ സമയം ജാനകി ചോദിച്ചു, അല്ല അപർണനെ അവിശ്വസിക്കുകയാണെന്ന് ചോദിക്കുക. അങ്ങനൊന്നും ഇല്ല, പക്ഷേങ്കിൽ എവിടെയോ എന്തോ ഒരു പ്രശ്നമുള്ള പോലെ എനിക്ക് തോന്നുന്നു പറയാം. ഒരു പക്ഷേങ്കിൽ അവള് കുടിച്ച ഗ്ലാസ് ആ മുറി കാണുമല്ലേ അബിയേട്ടാന്ന് ചോദിക്കുക. അത് ശരിയാ, ആ മുറി കാണൂന്ന് പറയാം. ഈ സമയം വല്ലാത്ത ടെൻഷനിലാണ് സൂര്യനാരായണന്. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. പ്രഭാവതിയുണ്ട്, അടുത്ത അപർണയുണ്ട്. ആ സമയത്ത് അമൃതയും കൂടെ അങ്ങോട്ട് വന്നു. അപർണ പറഞ്ഞു, അച്ഛൻ എന്താ അങ്ങനെ പറഞ്ഞത്? പൊന്നു ഇങ്ങനെ കിടന്ന് ഉറങ്ങില്ല എന്ന് പറയാൻ കാരണം എന്താ? അല്ല ഇതിനു മുമ്പ് അവളിങ്ങനെ കിടന്ന് ഉറങ്ങിയിട്ടൊന്നുമില്ല, അങ്ങനെ ബോധം കിട്ടും അവൾ ഇങ്ങനെ കിടന്ന് ഉറങ്ങുമോ? ഒരു കാരണവശാലും ഇല്ല, എന്തോ ഒന്ന് സംഭവിച്ചിട്ടുള്ള പോലെ എനിക്ക് തോന്നുന്നു പറയണം. ഇത് കേട്ട അമൃത പറഞ്ഞു, ഇതേ അച്ഛന്റെ സംശയം തന്നെ എനിക്കുള്ളത്, വേറെന്തോ ഒന്ന് സംഭവിച്ചിട്ടുണ്ട്. സൂര്യനാരായണൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, നീ അമലിനെ ഒന്ന് വിളിച്ചേ, ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോട്ടെ എന്ന് പറയാം. എനിക്ക് ഇവിടെ നിന്നിട്ട് ഒരു സമാധാനം ഇല്ലെന്ന് പറയാം. ഇപ്പൊ ഞാൻ വിളിക്കാന്ന് അപർണ പറയുന്ന സമയത്താണ് സൂര്യയുടെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നത്. നോക്കിയപ്പോ അബിയെ വിളിക്കുന്നത്. അബിയാണല്ലോ എന്ന് പറഞ്ഞ് കോൾ എടുക്കുക. എന്താടാ മോനെ, എന്താ കാര്യങ്ങള്? കുഴപ്പമൊന്നുമില്ല അച്ഛാ, പൊന്നു കണ്ണു തുറന്ന് പറയണം. ദൈവമേ നീ കാത്തെന്ന് പറയാണ്. അല്ല എന്തു പറ്റിയതായിരുന്നു മോൾക്ക്? അവള് കുറച്ച് സമയം കിടന്ന് ഉറങ്ങിപ്പോയി. എന്താ കാരണം ഇതുവരെക്കും ഡോക്ടർമാർക്ക് മനസ്സിലായിട്ടില്ല. ഫുഡ് പോയ്സണോ മറ്റാന്ന് തോന്നുന്നേന്ന് പറയാം. കുഴപ്പമില്ല, നാളെ രാവിലെ ഞങ്ങൾ അങ്ങോട്ട് ഡിസ്ചാർജ് ആയി വന്നേക്കാം. അതെ എല്ലാവരോടും ഒന്ന് പറഞ്ഞേക്കാൻ പറയണേ. അങ്ങനെ പറഞ്ഞിട്ട് അബി ഫോൺ കട്ട് ചെയ്യുക. ഈ സമയത്ത് സൂര്യനാരായണൻ പറഞ്ഞു, ഇപ്പൊ പൊന്നിന് കുഴപ്പമൊന്നുമില്ലെന്നാ പറഞ്ഞേ. അപ്പോഴാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപർണയ്ക്ക് ശ്വാസം നേരെ വീണ് ആകെപ്പാടെ പെട്ടുപോയ ഒരവസ്ഥയായിരുന്നു അപർണയ്ക്ക്. പ്രഭാവതി പറഞ്ഞു, എന്റെ ദൈവമേ ഞാൻ എത്ര നേർച്ചകളും കാഴ്ചകളും വെച്ചിട്ടുണ്ട്, പൊന്നൂന് എന്തെങ്കിലും സംഭവിച്ചു പോയായിരുന്നെങ്കിലോ എനിക്ക് ചിന്തിക്കാൻ കൂടി പറ്റില്ലെന്ന് പറയാണ്.
പിന്നീട് അപർണ നേരെ മുറിയിലേക്ക് കയറി ചെല്ലുവാണ്. മുറിയിലേക്ക് എന്നിട്ട് എന്ത് ചെയ്യണമെന്നറിയില്ല, കുറെ സമയം എങ്ങനെ ഇരുന്നു. അച്ഛനെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറയാൻ തന്നെ തീരുമാനിച്ചു. ഈ സമയം വിശ്വനാഥൻ തമ്പി ഫോൺ ചെയ്തുകൊണ്ട് താഴേക്ക് ഇറങ്ങി വരുക. അപ്പം ഭാര്യ ചോദിച്ചു, അല്ല തമ്പിയേട്ടാ, മോളെ വിളിച്ചോന്ന് ചോദിക്കുകയാണ്. എന്തിന്? അല്ല, ആ പൊന്നുവിന്റെ കാര്യം ഒന്ന് അന്വേഷിക്കണ്ടേ? അല്ല, നമുക്ക് അവിടെ വരെ ഒന്ന് പോയി നോക്കണ്ടേ ഹോസ്പിറ്റലിൽ? പിന്നെ പോയി നോക്കാനായിട്ട് അത്ര നിനക്ക് താല്പര്യമാണ്, നീ പോയി നോക്കിയിട്ട് പോയാ. എന്നെയൊന്നും കേട്ടത്തില്ല. മോളെ നോക്കണ്ടൊക്കെ അവരുടെ കടമയായിരുന്നു. അവര് മോളെ കൂട്ടാതെ അവിടെ ഇവിടെ കൊണ്ടിട്ടിട്ട് അവസാനം വന്നിട്ട് നമ്മൾ ആ പറയാൻ നടക്കാനോ? എനിക്കതിന് സമയമില്ലെന്ന് പറയാണ്. അപ്പോഴാണ് അയാളുടെ ഫോണിലേക്ക് അപർണ വിളിക്കുന്നത്. മോളാണല്ലോ വിളിക്കുന്നതെന്ന് പറഞ്ഞ് കോൾ എടുക്കുക. അല്ല മോളെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? ദേ പൊന്നു രക്ഷപ്പെട്ട, പൊന്നു എങ്ങനെയുണ്ടെന്ന് ചോദിക്കണം. എന്റെ അച്ഛ ഭാഗ്യം കൊണ്ടാ രക്ഷപ്പെട്ടേന്ന് പറയണ. ഭാഗ്യം കൊണ്ടോ? നിർഭാഗ്യം എന്ന് പറ. അല്ല അച്ഛ, അതൊന്നും അല്ല കാര്യം. പിന്നെന്താ? എന്റെ അച്ഛ, അവൾക്ക് എന്തേലും സംഭവിച്ചു വരുന്ന ഞാൻ പെട്ടുപോയെന്ന് പറയാ. നീ എന്താ മോളെ പറയുന്നേ? എനിക്കൊന്നും അങ്ങോട്ട് മനസ്സിലാവുന്നില്ലോ. അച്ഛാ, ഞാൻ ആ ജാനകിക്കിട്ടൊരു പണി കൊടുത്താ. ദേ ജാനകി വിളക്കെടുക്കാതിരിക്കാൻ വേണ്ടി ക്ഷേത്രത്തിൽ വന്ന് ഞാൻ സ്ലീപ്പിംഗ് പിൽസ് അവൾക്ക് കൊടുത്ത പായസത്തിൽ കലക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ പായസ ഗ്ലാസ് തമ്മിൽ തമ്മി മാറിപ്പോയി. പൊന്നു ആ പായസം കുടിച്ചത്. അങ്ങനെയാ പൊന്നു ഹോസ്പിറ്റലായത്. എന്തെങ്കിലും സംഭവിച്ചു പോയായിരുന്നെങ്കിലോ? ഇത് കേട്ടതും പെട്ടെന്ന് നീ എന്തൊക്കെയാ മോളെ പറയണേ? സ്ലീപ്പിംഗ് പിൽസ് കളിക്കുന്നോ? നിനക്കിത് എന്തിന്റെ കേടായിരുന്നു? നിനക്ക് എന്നാ ബുദ്ധിയും വിവരമൊന്നും ഇല്ലേ? ഇതാ ഒരു വിളക്കെടുക്കുന്നതാണോ നീ കൊടുക്കുന്ന പ്രാധാന്യം? അതിലൊന്നും അല്ല കഥയിരിക്കുന്നേ. അളകാപ്പിയുടെ സ്ഥാനം അതാണ് നീ കൈക്കലാക്കുക. അതിന് പകരം നീ ഒരു വിളക്കെടുക്കുന്നിടത്ത് ഇതുപോലത്തെ പരിപാടി കാണിച്ചാൽ നീ അളകാപ്പിരിൽ നിന്ന് പുറത്താ. ആർക്കെങ്കിലും ഒരു സംശയം തോന്നിയിട്ടുണ്ടെങ്കിൽ പിന്നെ നീ ആ വീട്ടിലുണ്ടാവില്ലെന്ന് പറയാം. അല്ല അത് പിന്നെ അച്ഛാ, ദേ ഇമ്മാലെ തരികളെ പരിപാടിയും ചെയ്യണ്ടെന്ന് പറയാണ്. ഇങ്ങനെയാണോ നീ അവിടെ നിൽക്കാൻ പോണേ? ഈ സമയത്ത് അമൽ അങ്ങോട്ട് കയറി വന്നു. അവൾ നോക്കിയപ്പോ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുക. ഭയങ്കര സീരിയസ് ആയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുക. എന്തായിരിക്കുമ്പോൾ സംസാരിക്കുന്നേ? പെട്ടെന്നാണ് അമലിനെ കാണുന്നത്. എന്നാ ശരി അച്ഛാ, ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞ് കോള് കട്ട് ചെയ്യുവാണ്. എന്തോ കള്ളത്തരമാണല്ലോ. ഇത് കേട്ടതും അപർണ പറഞ്ഞു, അതെ കള്ളത്തരമാ. സാരമില്ല, ഞാൻ കണ്ടുപിടിച്ചോളാം എന്താന്നുള്ളവര്. പിന്നെ കണ്ടുപിടിക്കാൻ വന്നിരിക്കുന്നു, ഒന്ന് പോടാ അവിടെ നിന്ന് പറഞ്ഞുകൊണ്ട് അപർണ കൃത്രിമമായിട്ടുള്ള ദേഷ്യമൊക്കെ അഭിനയിച്ച് അങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങി പോവാണ്. ഈ സമയം വിശ്വനാഥൻ തമ്പിയോട് ഭാര്യ, ദൈവമേ അവിടെ ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അവിടെ അധികം നാളെ കാണുമെന്ന് എനിക്ക് തോന്നില്ലെന്ന് പറയാം. ഇത് കേട്ടാൻ തമ്പി പറഞ്ഞു, നിന്റെ കരുനാക്ക് കുളച്ചൊന്നും മിണ്ടായിരിക്കാൻ പറയാണ്. പിന്നീട് കാണിക്കുന്ന പിറ്റേ ദിവസം നിരഞ്ജന അജയെ കാണാനായിട്ട് വരുവാണ്. അങ്ങനെ അജയ് നിരഞ്ജനയും കൂടെ വഴിക്ക് പോയി സംസാരിക്കുക. ഈ സമയം നിരഞ്ജന പറഞ്ഞു, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം അജയ്, എത്രയും പെട്ടെന്ന് നീ എന്നെ വിവാഹം നടത്തി കൂട്ടിക്കൊണ്ടു പോകണം. നീ കെട്ടിയൊരു താലിയുടെ ബലത്തിലാണ് ഞാൻ ഇപ്പോഴും വീട്ടിൽ നിൽക്കുന്നത്, നിനക്കറിയാലോ എന്ന് പറയാം. ഇത് കേട്ട അജയ് പറഞ്ഞു, അത് പെട്ടെന്നൊന്നും പറ്റില്ല, അറിയാലോ. അല്ലെങ്കിൽ തന്നെ ഈ പ്രശ്നത്തിന് പേരില്ല എന്റെ ഏട്ടത്തിയമ്മ ഇപ്പം ബലിയാടായിരിക്കുന്നേ. ഇനി പെട്ടെന്നൊന്നും എനിക്ക് ഇങ്ങനൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പാവം, ഇനി അവരെയും കൂടെ കുരുതി കൊടുക്കാൻ എനിക്ക് കഴിയില്ല എന്ന് പറയാം. ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെ ശരിയാവും അജയ്? ദേ നിനക്ക് വേണ്ടിയിട്ടാ ഞാൻ എന്റെ ജീവിതം ഹോമിച്ച്, അറിയാലോ. എന്റെ അത്ര തൻ്റെ ഇടം പോലും നിനക്കില്ലാതെ പോയല്ലോ. നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മൾ രണ്ടും ഒന്നിച്ചുള്ള ജീവിതത്തിന് വേണ്ടിയിട്ട് ജീവൻ വരെ ഹോമിക്കാൻ തയ്യാറായതാ ഞാന്. പക്ഷെ നീ എന്താ ചെയ്തേന്ന് ചോദിക്കുക. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇനി എനിക്ക് അവിടെ അധികാലം നിൽക്കാൻ പറ്റില്ല. എത്രയും പെട്ടെന്ന് എന്നെ വിളിച്ചോണ്ട് പോകണമെന്ന് പറയാം. ഇത് കേട്ട് അജയ് പറഞ്ഞു, വീട്ടുകാരുടെ സമ്മതമില്ലാതെ എനിക്ക് നീ അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റില്ലെന്ന് പറയാം. പെട്ടെന്ന് നിരഞ്ജന പറഞ്ഞു, ഒരു കാര്യം ഞാൻ പറയാം, എത്ര കാലം എന്ന് വെച്ചാൽ ആ വീട്ടിൽ കഴിയുന്നേ. എന്താണെങ്കിലും കൂട്ടുകുടുംബമൊന്നും അല്ല, മാറി താമസിക്കണം. ഒരു കാര്യം ചെയ്യുക, ഒരു വീട് വാടകയ്ക്ക് എടുക്കും, എന്തെങ്കിലും ചെയ്യുക, നമുക്ക് അങ്ങോട്ട് മാറാം, നമുക്കവിടെ സ്വസ്ഥതയോടെ ജീവിതം നയിക്കാന്ന് പറയാം. ഇത് കേട്ടതും അജയ് പറഞ്ഞു, അതൊന്നും പറ്റത്തില്ല എന്ന് പറയണം. അതെന്താ പറ്റാതിരിക്കുന്നത്? ഞാൻ നിന്റെ ഭാര്യയല്ലേ, എന്നെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം നിനക്കല്ലേ. അല്ലെ എന്നും കുന്നും ആ വീട്ടിൽ കിടക്കാൻ പറ്റത്തില്ലോ, ഏതെങ്കിലും മക്കളൊക്കെ മാറണ്ടേ. അപ്പൊ അതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് മാറിയേക്കാന്ന് പറയാം. നീ ഒരു വീട് വേറെ എടുക്കുവാണെങ്കിൽ പിന്നെ പ്രശ്നങ്ങളൊന്നുമില്ലോ, ആ വീട്ടിൽ താമസിക്കേണ്ട വരത്തില്ലോ എന്ന് പറയാം. അജയ് പറഞ്ഞു, അതൊന്നും നടക്കുന്ന കാര്യമല്ല എന്ന് പറയാം. എനിക്കറിയായിരുന്നു അജയുടെ സ്വഭാവമാന്ന്. ഇതേ അജയ്, ഇങ്ങനൊന്നും നീ പറയരുത്, അറിയാലോ. നീ കുറച്ചെങ്കിലും ഒന്ന് പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുക. നീ ഇല്ലാതെ എനിക്കൊരു ജീവിതം ഇല്ല, നിനക്ക് നന്നായിട്ട് അറിയാലോ. അതുകൊണ്ടാണ് ഞാൻ പറയണേ, ദൈവത്തെ ഓർത്ത് നീ വീട്ടിൽ കാര്യങ്ങളൊക്കെ സംസാരിക്കുക. എല്ലാവരും തുറന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞ് എത്രയും പെട്ടെന്ന് വിവാഹം ആലോചിച്ച് വീട്ടിലേക്ക് വാ, നമുക്ക് വിവാഹിതരാന്ന് പറയാണ്. ഇത് പഠിച്ചിട്ട് പെട്ടെന്ന് നിരഞ്ജന പറഞ്ഞു, ഒരു കാര്യം ചെയ്യാൻ പോവാ, ഞാൻ ഹോസ്പിറ്റലിൽ പൊന്നുവിനെ ഒന്ന് കാണാൻ പോവാ. വേണ്ട, ദൈവത്തെ ഓർത്ത് നീ എപ്പോൾ അങ്ങോട്ട് പോവരുത്. അല്ലേ തന്നെ നീ അവിടെ ചെന്നെന്നറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ പേരിൽ ഏട്ടനെ ആയിരിക്കും വഴക്ക് പറയാൻ പോകുന്നത്. ഇനി അവര് ചീത്ത വെക്കും. ദൈവത്തെ ഓർത്ത് ഉപദ്രവിക്കല്ലെന്നും പറഞ്ഞിട്ട് അജയ് അങ്ങോട്ട് കയറി പോവാണ്. പിന്നീട് ശരൺ ഫോൺ ചെയ്തിരിക്കുക. അപ്പൊ ശരണിന് കോളുന്നു. അപ്പൊ ശരൺ പറഞ്ഞു, സാരമില്ല പോട്ടെ, അധികം വൈകാതെ തന്നെ കാര്യങ്ങളൊക്കെ ശരിയാവും. ജീവിതമല്ലേ, ഒന്ന് ചെന്ന് സംസാരിച്ച് തീരുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. നമുക്ക് നേരിട്ട് കണ്ട് സംസാരിക്കാം.
ഇനിയിപ്പോൾ അതോ ഒരു മാർഗ്ഗമുള്ളൂ. എങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടുവന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. അങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് അമൃത അങ്ങോട്ട് വന്നു. ഓഹോ, അപ്പൊ അതാണ് കാര്യം. ഇങ്ങനെ ശരൺ കോള് വെച്ച് കഴിഞ്ഞപ്പോഴത്തേനും വന്നിട്ട് പറഞ്ഞു, എനിക്ക് മനസ്സിലായി. ഇനിയിപ്പോൾ നേരിട്ട് കണ്ട് സംസാരിക്കാനല്ലേ പ്ലാൻ എന്ന് ചോദിക്കാം. എന്ത് വേണമല്ലോ അയക്കോ, എനിക്ക് ഒരു കുഴപ്പമില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, ശരൺ ഇങ്ങോട്ട് വരുന്നതിനൊന്നും കുഴപ്പമില്ല. പക്ഷെ ഈ മുറി ഉണ്ടല്ലോ, ഈ മുറി കയറാൻ ഞാൻ സമ്മതിക്കില്ല. ഇതെന്റെ മുറിയാന്ന് പറയാ. ഇത് കേട്ട ശരണ് പറഞ്ഞു, ശരൺ പറഞ്ഞു, നീ എന്തൊക്കെയോ തെറ്റിദ്ധരിച്ചിരിക്കുമെന്ന് പറയണം. തെറ്റിദ്ധരിക്കാനാ? എനിക്ക് ഒരു തെറ്റിദ്ധാരണയില്ല. എനിക്ക് മനസ്സിലായ നിങ്ങളുടെ സ്വഭാവം എന്ന് പറയാം. പെട്ടെന്ന് ശരൺ പറഞ്ഞു, ഒരു കാര്യം ഞാൻ പറയാം അമൃതേ. വെറുതെ ഇല്ലാത്ത കഥകളൊന്നും നീ ഉണ്ടാക്കണ്ട. ഞാൻ ആരെ കാണാൻ പോന്നേ എന്തിനാന്നുള്ള കാര്യമൊക്കെ നിനക്ക് മനസ്സിലാവും. നീ എൻ്റെ കൂടെ വന്നാൽ മതി എന്ന് പറയണം. നമുക്ക് ഒരുമിച്ച് സംസാരിക്കാന്ന് പറയാം. അതിന്റെ ഒന്നും കാര്യം എനിക്കില്ല. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, മരുമോൻ എന്ന നിലയിൽ നിനക്ക് എപ്പോൾ വേണേലും അളകാപുരി വീട്ടിലോ എവിടെ വേണേലും വരാം. പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ മുറിയിലേക്ക് കയറാൻ ഞാൻ സമ്മതിക്കത്തില്ല. എല്ലാം ഈ മുറിക്ക് പുറത്ത്. ഭർത്താവ് ഒരു കൊലപാതകയാണെങ്കിലും ഭാര്യ സഹിക്കും. പക്ഷെ അന്യ സ്ത്രീകളുടെ ഗന്ധവുമായിട്ട് വരുന്ന പുരുഷനെ ഒരിക്കലും ഒരു സ്ത്രീക്ക് തന്റെ പുരുഷനായിട്ട് കാണാൻ സാധിക്കില്ലെന്ന് പറയാം. ഇത് കേട്ടോ ഞെട്ടിത്തരിച്ച് ശരൺ നോക്കുവാണ് അമൃതേനെ. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ എന്ന് കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.